സോ വെൽക്കം ബാക്ക് ഗൈസ്. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായി സാൻ ആൻഡ്രിയാസ് വീഡിയോസ് ചെയ്തിട്ട് കുറച്ച് ദിവസമായി. കാരണം നമ്മൾ ഇപ്പോൾ 2-3 വീഡിയോ കാര്യങ്ങളൊക്കെ, കുറച്ച് റിവ്യൂ കാര്യങ്ങൾ മൊബൈലിന്, അതേപോലെ കുറച്ച് സ്മാർട്ട് ഗാഡ്ജറ്റിൻ്റെ റിവ്യൂസും കാര്യങ്ങളായിട്ട് പോയിരുന്നു. നമുക്ക് വീണ്ടും തിരിച്ചു വരാം. അപ്പോൾ ഈ റീയൂണിറ്റിംഗ് ഫാമിലീസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു മെഷീനാണത്. അതായത് വീണ്ടും നമ്മുടെ ഫാമിലീനൊക്കെ, സീജറ ഫാമിലി, അതായത് നമ്മുടെ സ്മോക്കിനെയും റൈഡറിനെ, അതേപോലെ സ്വീറ്റിനൊക്കെ ഗ്യാദർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഒരു മെഷീൻ്റെ കൂടെ ഒന്നും കൂടി അവരുടെ ഒരു ഫാമിലി ബോണ്ട് ഒന്ന് സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മെഷീനാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനുള്ള ടോക്കും കാര്യങ്ങളാണ്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് പറയുന്നവർക്ക് ഒരു സ്ഥലത്തേക്ക് പോകണം, ഒരു ബിൽഡിങ്ങിലേക്ക് പോകണം. അവിടെ വെച്ചിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഡീൽ ചെയ്യാനുണ്ടെന്നാണ് സ്വീറ്റ് പറയുന്നത്. അപ്പോൾ എല്ലാവരെയും ആയിട്ടുള്ളൊരു മെഷീനാണ് ഇപ്പോൾ അവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ അതിലായിട്ട് 4 പേരും കൂടിയിട്ട് ആ ഒരു സ്ഥലത്തേക്ക് അറ്റൻഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ റൈഡർ എന്തൊക്കെയോ റൈഡറിൻ്റെ ഭാഗത്ത് ചെറിയ ഉടായ്പ കാര്യങ്ങളൊക്കെ മണക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് നേരെ ഡ്രൈവ് ചെയ്യാം. ഒബ്വിയസ്ലി നമ്മൾ തന്നെയാണ് എപ്പോഴും ഡ്രൈവർ. അതിലൊരു മാറ്റമില്ല. ഏത് മെഷീനിലും നമ്മൾ തന്നെയാണ് ഇവർക്കൊക്കെ ഡ്രൈവർ. ഓക്കെ, അപ്പോൾ റൈഡർ നമ്മളെ നല്ല രീതിയിൽ ഊക്കണൊക്കെയുണ്ട്. അപ്പം നമ്മളും തിരിച്ചതിനനുസരിച്ച് പറയണ്ട. നമ്മളാദ്യം വല്ലാണ്ട് ഇവർ ഊക്കണം കണ്ടെത്തി പറഞ്ഞിരുന്നില്ല. അപ്പോൾ പോകെ നമ്മളും ആ ഒരു സിറ്റുവേഷനിൽ യൂസ്ഡ് ആവാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ നമ്മളും റൈഡറിനും അതേപോലെ സ്മോക്കിനും ആരൊക്കെ നമ്മൾ തിരിച്ചു നോക്കുന്നു അവരൊക്കെ നമ്മൾ റിട്ടേൺ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു സ്പോട്ടിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്രോസ് ഗാങ്ങിൻ്റെ ഒരു സ്ഥലം തന്നെയാണ്. ഗ്രോസ് ഗാങ് മെയിനായിട്ട് അവരുടെ ക്യാമ്പ് തമ്പടിച്ചിരിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ സ്വീറ്റ് അവിടെ കയറാനുള്ള, സ്വീറ്റ് അതിലേക്ക് ഗ്യാങ് മെമ്പറിനോട് എന്തോ ഒഫീഷ്യലായിട്ട് എന്തോ കാര്യം സംസാരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ സ്മോക്ക് പറയുന്നത് എനിക്ക് ഇയാളെ വല്ലാണ്ട് ഇഷ്ടപ്പെടുന്നില്ല, നമ്മൾ സ്വീറ്റിനെ, അതായത് സീജറ ഏട്ടനെ എനിക്ക് ഇയാളെ വല്ലാണ്ട് ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ സീജ പറയുന്നു അതൊന്നും കാര്യമില്ല, അത് സ്വീറ്റിൻ്റെ സ്വഭാവം അങ്ങനെ തന്നെ, അത് നിങ്ങൾ കാര്യമാക്കണം. അതുകൊണ്ട് എൺപത്തിനും അവിടെ ലോസ് സാൻഡോസിത്തെ നമ്മുടെ പോലീസ് അവിടെ വന്നിട്ടുണ്ട്. കാരണം നമുക്ക് എന്തെങ്കിലും വാണ്ടർ കാര്യങ്ങൾ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടാവണം. അതുകൊണ്ട് ഇവരെ ഗ്രോസ് ഗാങ്ങിനൊന്ന് ഒതുക്കാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ ലോസ് ആൻഡോസിത്തെ പോലീസുകാർ ഇപ്പോൾ അവിടെ വന്നിട്ടുണ്ടാവും, ചോപ്പർ വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും അതിനെ ഡിഫെൻഡ് ചെയ്യേണ്ടതുണ്ട്. നമുക്ക് നമ്മുടെ സ്വീറ്റിനെ, നമ്മുടെ ചേട്ടനെ പ്രൊട്ടക്ട് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ അതിൽ ഫൈറ്റ് ചെയ്ത് നിൽക്കണം. അപ്പോൾ നമ്മൾ ഇത് അയക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ മാക്സിമം നമ്മുടെ ലൈഫൊന്നും പോകാത്ത രീതിയിൽ നമുക്ക് പഠിക്കണം. അപ്പോൾ പുറത്തുള്ള ആൾക്കാരെ തൽക്കാലം നമ്മുടെ പിള്ളേർ നമുക്ക് എന്തായാലും നമ്മുടെ ഈ ചോപ്പറിനെ നമുക്ക് അടിച്ചെന്ന് നമുക്ക് കൊടുക്കാം. ഓക്കെ, നമ്മളപ്പോൾ ബിൽഡിങ്ങിനകത്ത് കയറിയിട്ടുണ്ട്. അപ്പോൾ ബിൽഡിങ്ങിനകത്ത് കയറി വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് നമ്മുടെ പിള്ളേരെ അവർ മേലെ നിന്ന് നല്ല രീതിയിൽ അടിക്ക് പുഷ് ചെയ്തിരുന്നുണ്ട്. നമ്മുടെ ഗ്രോസ് ഗാങ്ങിൻ്റെ പിള്ളേരൊക്കെ നമ്മളെ മുന്നിലേക്ക് വരുന്ന കോപ്സിനൊക്കെ നമുക്ക് കളയും. 10 പിന്നി പറഞ്ഞു. 10 പിന്നി ഒരുപാട് നമുക്ക് വാണിംഗ് തന്നിട്ടുണ്ട്. അതായത് ഈ നാട്ടിലെ പോലീസുകാരെ അസോൾട്ട് ചെയ്യുന്നതിനെ പറ്റി 10 പിന്നിയാണ് ഒരുപാട് വാണിംഗ് തന്നിട്ടുണ്ടെങ്കിൽ ഈ പോലീസുകാരെ മെക്കിട്ട് കയറണമെന്ന് നിർത്തുക, അവരെ കൊല്ലലൊന്ന് കുറയ്ക്കാനൊക്കെ പറഞ്ഞത്. പക്ഷെ നമുക്ക് ഇവിടെ കെയർ പോലെ, കാരണം നമ്മളെ മുന്നിൽ ആര് വരുന്നു അവരൊക്കെ അത് നമ്മൾ തട്ടിമാറ്റാന്നുള്ളതാണ്. അത് പോലീസായാലും വേണ്ടില്ല, പട്ടാളായാലും വേണ്ടില്ല. അലക്കെന്ന് പറഞ്ഞാൽ അലക്കനെ നമുക്ക് നമ്മുടെ സ്വീറ്റിനെ നമുക്ക് എങ്ങനെയും നമുക്ക് കണ്ടെത്തി അവളെ ആനെ രക്ഷിക്കാനുള്ള കാര്യം നമ്മളൊക്കെ ചെയ്യുന്നത്. പിന്നെ സ്വീറ്റാണ്, സീജയുടെ ഏട്ടനാണ്, അവനക്കറിയാം എങ്ങനെ ഡിഫെൻഡ് ചെയ്ത് നിൽക്കുക. പക്ഷെ നമ്മളും കൂടി ഇപ്പം ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് ഈ ഒരു ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ ഉള്ള സ്ഥലം നമ്മൾ വെറുതെ മേലക്ക് കയറിയിട്ടു. നമുക്ക് വീണ്ടും താഴത്തേക്ക് ഇറങ്ങേണ്ടതുണ്ട്. ഇപ്പോൾ ജമ്പിടാ, എന്താണ് കാണിക്കുന്നത് നീ? ഓക്കെ, അപ്പോൾ അവിടെ നിൽക്കണ്ടു. നമ്മളെ അലക്കാൻ എന്തിനാണ് ഇത്രയും ഈ മിലിറ്ററിയുടെ ആവശ്യമൊക്കെ അവർക്ക്? കമ്മോൺ. അപ്പോൾ എന്തായാലും ഏകദേശം സ്വീറ്റിൻ്റെ റൂമിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. ഓക്കെ, ഇപ്പം മിലിറ്ററി എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എല്ലാവരും ഇവരൊന്നും എയിം ചെയ്യാൻ അറിയില്ല, അടിക്കാൻ അറിയില്ല കേട്ടോ. തൊട്ടടുത്തുണ്ടായിട്ട് പോലും ഈ പറയുന്ന ആൾക്കാർ നമ്മളൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഒക്കെ വെറും മിലിറ്ററി എന്നുള്ള പേര് മാത്രമേ ഉള്ളൂ കേട്ടോ. അവർക്ക് ഒരു കാര്യമില്ല.
എൻ്റെ മോനെ റൂഫിന്റെ മേലെ മറ്റേ സ്പൈഡർമാൻ തോന്നി നിൽക്കുന്ന പോലെയൊക്കെയാണ് നമ്മളെ അടിക്കാൻ നോക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ റൂം ഷിറ്റ് ഇങ്ങനെ പെട്ടെന്ന് സഡനായിട്ടാണ് ഫ്രണ്ടിലേക്ക് വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ നമ്മുടെ സ്വീറ്റിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ സ്വീറ്റ് ചോദിക്കുന്നുണ്ട് അവരൊക്കെ ഇവിടെ. അപ്പോൾ നൈസായിട്ട് സീജ പറയുന്നുണ്ട് അവരൊക്കെ നൈസായിട്ട് മുങ്ങി. ഒരു ആപത്ത് ഘട്ടം വരുമ്പോഴാണ് ഈ സ്വീറ്റും അതേപോലെ നമ്മുടെ സ്മോക്കും റൈഡറും നമ്മുടെ ഭാഗത്തു നിന്ന് മുങ്ങിയതിട്ട്. അപ്പൊ അവരുടെ ആത്മാർത്ഥത, ഒരു ആപത്ത് വരുമ്പോൾ ആത്മാർത്ഥത എത്രത്തോളം നമുക്ക് ഊഹിക്കാൻ പറ്റും. ഓക്കെ, ഷിറ്റ് മാൻ, നമ്മുടെ ഹാഫ് ഇത് പോയി, കുഴപ്പമില്ല, ഒരെണ്ണം കൂടി കൊടുക്കുക. ഓക്കെ, അപ്പോൾ അവൻ തീർന്നു, അവരുടെ ഒരു സെറ്റമാണ് തീർന്നു. പക്ഷെ ഫസ്റ്റത്തെ ആ ഒരു ലോഞ്ചിൽ നമ്മുടെ അടുത്ത് വെച്ചിട്ടാ പൊട്ടിയ, എന്തോ ഭാഗ്യത്തിന് നമ്മൾ വേസ്റ്റഡ് ആയില്ല. ഓക്കെ, ഇപ്പം നേരെ പോവാം. ഇനി അവന്മാരെന്താല്ലേ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ നൈസായിട്ട് മുങ്ങി നോക്കി നമ്മളെ ഒറ്റക്കാക്കിയിട്ട്. കൂടെ നിൽക്കേണ്ട ആൾക്കാരാണ്, ഒരു ഗ്യാങ്ങിലത്തെ മെമ്പേഴ്സാണ്, ഒരു ഫാമിലി പോലെ കഴിയുന്ന ആൾക്കാരാണ്. ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ നൈസായിട്ട് രണ്ടാളും കൂടി മുങ്ങി. അതാണ് നമ്മുടെ സ്മോക്ക് റൈഡർ. വീണ്ടും വന്നേക്കണ് നാളല്ലാത്തവന്മാര്. എന്നിട്ട് വലിയ കേറി മക്കളെ ഞാൻ വന്നില്ലേ, എന്താണ് ഇത്രയും നാലുകൾ വേറെ ഉണ്ടാവോ? നൈസായിട്ട് മുങ്ങി ഒരുവിധമൊക്കെ ആയപ്പോൾ ഇതാ വീണ്ടും കയറിയേക്കണം. അപ്പൊ ഇനിയാണ് നമുക്കൊരു സ്ട്രീറ്റ് ഫൈറ്റ് കേട്ടോ. ഇതൊരു കിടുക്കാച്ചി ഫൈറ്റാണ്, നല്ല അടിപൊളിയിട്ട് നമുക്ക് അവിടെ നമ്മളെ ഫോളോ ചെയ്യുന്ന എല്ലാ കോഴ്സിനും നമുക്ക് അല്ലക്കി കിട്ടണം. നമ്മുടെ കയ്യിലൊരു ഗണ്ണുണ്ട്, ഒരു AK-M തന്നെയാണ്, അതായത് AK-47 തന്നെയാണ്. അതുകൊണ്ട് നമ്മളിപ്പോൾ ടണൽ വഴിയാണ് പോകുന്നത് തോന്നുന്നുണ്ട് കേട്ടോ. കൊടുക്കണം ബ്ലാസ്റ്റ് അവിടെ രണ്ടെണ്ണം ഒരുപോലെ ആയില്ലേ, ബ്ലാസ്റ്റ് ആവും, എല്ലാവരും പൊട്ടിക്കണം, പൊട്ടൊക്കെ പൊട്ടണ പോലെ ഒക്കെ പൊട്ടണം. അയ്യോ, ഇനി അടുത്തത് നമുക്ക് തീർന്നിട്ടില്ല മോനെ. അതേപോലെ തന്നെ നമ്മുടെ ഹെൽത്തും കുറയുന്നുണ്ട് കാറിൻ്റെ. അതും ഈ പറഞ്ഞ പോലെ കാറിനൊരു ഹെൽത്ത് ഇൻഡിക്കേറ്റർ ആയിട്ട് മുകളിൽ നിൽക്കുന്നുണ്ട്. അതും ഒരു സീന് തന്നെയാണ്, അത് കുറയാൻ പാടില്ല മോനെ. അത് പകുതിയിൽ പുള്ളി പറഞ്ഞല്ലോ, ഇതിനെന്താക്കിയിട്ടാണ് ഇത്രയും കുറയ്ക്കണത്? ഓക്കെ, പിള്ളേര് ഡോണറ്റ്സ് കഴിക്കായിരുന്നു, കഴിക്ക് ഫുള്ളാക്കാൻ ഒരു ഗ്യാപ്പ് കിട്ടിയില്ല. അപ്പോഴത്തേനും ചെക്കന് അതൊക്കെ അവിടെ ഇട്ടിട്ട് അടിക്കേണ്ടി വന്നു. ഒരുത്തൻ നമ്മുടെ വണ്ടിയുടെ മുകളിൽ കയറിയിട്ടുണ്ട്. നമുക്ക് ഇത്രയുള്ള കാര്യം വെറുതെ കയറി, ഇത്രയുള്ള കാര്യം മക്കളെ. ഓക്കെ, അതെ, അടുത്ത ബോക്സ് വരുന്നുണ്ട്. എല്ലാവരും വരുന്നുണ്ട്, ഒരു കാര്യമില്ലാന്നുള്ളൂ. എല്ലാവരും ഈ പറഞ്ഞ പോലെ ഈ ഫയർ ബോളാണ് വേണ്ടിയിട്ടാണ് വരുന്നുള്ളൂ. എല്ലാവർക്കും അറിയാം എന്തായാലും മരിക്കുന്നറിയാം, എന്നാലും വരുന്നല്ലേ. മേ ബി അവൻ്റെ പണിയുടെ ഡ്യൂട്ടിയുടെ ആത്മാർത്ഥത കൊണ്ടായിരിക്കാം. എന്നൊക്കെ ഇങ്ങനെ അടുത്ത ആള് ഇല്ല മോന്തൊക്കെ ഒരു അടി തന്നിട്ട് നമ്മുടെ അതാണ് ക്യാമറ നിന്ന് മേലേക്ക് പോയത്. അടിപൊളി, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഓക്കെ, അടുത്തതായോ അടുത്ത പേർക്കില്ല. ഇനി ആരല്ലേ? അവിടെ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ നമ്മളെ. കൊടുക്കടാ, പൊളി. അടുത്ത ആള്, മൂന്നാമത്തെ ആളാണ് മോനെ. ഇവിടെ നമുക്കങ്ങനെ സ്പേസ് ഇല്ലല്ലോ. പൊളി, ഫ്രണ്ടിലത്തെ ഒരു ഹെലികോപ്റ്റർ ബ്ലേഡ് ഇറങ്ങി വരുന്നുണ്ട്. എൻ്റെ മോനെ, സ്വന്തം ഡിപ്പാർട്ട്മെന്റിലെ ആളെ തന്നെ ബ്ലേഡ് കൊണ്ട് കൊന്ന ടീംസാണ് മക്കളെ. നമ്മളൊക്കെ അവിടെ അതൊരു ടാങ്കർ ലോറിയില് ബ്ലാസ്റ്റ് ആയിരിക്കണ ഗൈസ്. സീനില് മറ്റേ നമ്മുടെ പിള്ളേരൊക്കെ സേഫാ. ഒരു ജമ്പേനേക്കാളും തൊട്ട് പിന്നെ എല്ലാവരും കൂടി ഇറങ്ങി തോന്നും. അപ്പോൾ ഭാഗ്യത്തിന് 4 ആൾക്കാർക്കും പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. നമുക്ക് മാത്രം കുറച്ച് ഹെൽത്ത് പോയി എന്നല്ലാതെ. ആൻഡ് ഫൈനലി നമ്മൾ ഈ മിഷനും കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു മിഷനുമായിട്ട് കാണുന്നവരെ ബൈ.